ഖുൽതു ഞാൻ പറയുന്നു, വൽ അജബു കുല്ലൽ അജബ്, എല്ലാവിധ അത്ഭുതങ്ങളും ഞാൻ അത്ഭുതപ്പെടുകയാണ്. എല്ലാവിധ അത്ഭുതങ്ങളും അത്ഭുതമാവുന്നത് മിമ്മൻ ഒരുത്തനിൽ നിന്നാണ്. യുങ്കിറുൽ കറാമാത്തി, ആ ഒരുത്തൻ കറാമാത്തുകൾ നിഷേധിക്കുന്നുണ്ട്. അള്ളാന്റെ ഔലിയാക്കൾക്കൊക്കെ അള്ളാഹ് നൽകുന്ന അമാനുഷിക ശക്തികളുണ്ട്, അത്ഭുത കഥകളുണ്ട്, അസാധാരണ സംഭവങ്ങളുണ്ട്. അതിനെ നിഷേധിക്കുന്നവരിൽ നിന്നാണ് ഇപ്പൊ എനിക്ക് മഹാ അത്ഭുതം തോന്നുന്നത്. എന്താ അങ്ങനെ അത്ഭുതം തോന്നാൻ കാരണം? അത് മറ്റൊന്നുമല്ല, വഖദ് ജാഅത് ബിൽ ആയാതി അൽ കരീമാതി വൽ അഹാദീസ് സഹീഹാതി വൽ ആസാറിൽ മഷ്ഹൂറാതി വൽ ഹികായാത്തിൽ മുസ്തഫീളാതി അസ്സാദിറാതി അൽ ഇയാൻ വൽ മുശാഹദാതി മിനസ് സലഫി വൽ ഖലഫ്. ഇങ്ങനെ കൂട്ടുമ്പോ നിഷേധിക്കാൻ ആർക്കൊണ്ടും കഴിയില്ല. അതിന്റെ പേര് മത്സരം എന്ന് പറയാൻ പറ്റുള്ളൂ. വിശുദ്ധമായിരിക്കുന്ന ഖുർആനുകളിൽ ആ കറാമത്ത് ധാരാളം വന്നിട്ടുണ്ട്. ആയത്തുകളിൽ, ശഹിയായ ഹദീസുകളിലും ധാരാളം കറാമത്ത് കാണാൻ കഴിയും. പ്രചാരമായ ഒരുപാട് മഹാന്മാരെ തൊട്ട് വന്ന ചരിത്രത്തിലും കാണാൻ കഴിയും. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഹിക്കായത്തുകളുണ്ട്, അതിലും കാണാൻ കഴിയും. എങ്ങനത്തെ ഹിക്കായത്തുകളും ഒഴുകി വന്നു പറയുന്ന ഈ കറാമത്തുകളൊക്കെ നേർക്കുനേർ കണ്ടതാണ്, സാക്ഷികൾ അതിനുണ്ട്. അങ്ങനെയാണ് ആരിന്ന് മുൻകഴിഞ്ഞു പോയ ആൾക്കാരും പിൻതലമുറക്കാരിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെ നിഷേധിക്കാം? നിഷേധം വല്ലാത്തൊരു അത്ഭുതമല്ലേനാ. എല്ലാ നാടുകളിലും ഇങ്ങനെയുള്ള പ്രചാരങ്ങളും ആ കറാമത്ത് അധികരിച്ചതിലും എത്തിക്കഴിഞ്ഞു പോയി. കറാമത്ത് എത്രയെന്ന് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല, എത്രയെന്ന് കൃത്യമാക്കാനും സാധ്യമല്ല. അത് രണ്ടിനെ തൊട്ടും പുറത്തു പോകുന്ന രീതിയിലുള്ള ഒരു എത്തൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അത്രത്തോളം ധാരാളം അവിടെ കാണുന്നുണ്ട്, നിഷേധിക്കാൻ കഴിയാത്ത വിധം. എന്നിട്ട് നിഷേധിക്കുമ്പോൾ അത് അത്ഭുതമല്ല എന്ന് പറയാനാണ്. ഉമ്മ ഇന്ന കസീറമിന് മുൻകിരീന. പിന്നെ പറയാനുള്ളത്, ഈ കറാമത്ത് നിഷേധികളിൽ അധിക പേരും ലോ റൗൽ ഔലിയ അവ സ്വാലിഹീന, സ്വാലിഹീങ്ങളായ ആളുകളെയും അള്ളാന്റെ ഔലിയാക്കൾ ഇവർ കണ്ടാൽ എങ്ങനെ യതതയ്യറൂന ബിൽ ഹവായി, അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണ്. അതൊരു മഹാ അത്ഭുതമായിട്ട് അള്ള കൊടുത്ത കഴിവുകളാണ്, അസാധാരണ സംഭവം. ഇത് കണ്ടാൽ ഇവരെന്ത് പറയും? ഈ നിഷേധികള്, അയാളെ കറാമത്ത് നിഷേധികൾ, ഇതൊക്കെ സിഹറാണെന്നും പറഞ്ഞു തന്നു. ഇതാ പോലെ വരുന്നത്. അല്ലെങ്കിൽ ലൗ കാലു ഓല് പറയും, ഹൗലായി ഷയാത്തീനും, ഈ കൂട്ടരൊക്കെ ഷെയ്ത്താന്മാരാണ്, അത്ഭുതം കാണിക്ക ഷെയ്ത്താന്മാരാണെന്ന്. അപ്പൊ ഷെയ്ത്താന്മാരാന്ന് ഈ ഔലിയാക്കളെ പറ്റി പറയും. മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഒരു അത്ഭുത കഥയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നിടത്ത പോലെ ബുക്ക്. എന്നാലും ഷെയ്ത്താനായി തള്ളുക അല്ലെങ്കിൽ സീറായിട്ട് തള്ളുക എന്നല്ലാതെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അള്ളാഹ് കൊടുത്ത കറാമത്ത് അംഗീകരിക്കാൻ വയ്യാണ്. വലാ ശക്ക, ഒരു സംശയവും അല്ല കേട്ടോ. ഇത്ര നിഷേധികളെ പറ്റി നമുക്ക് എന്താ പറയാ അറിയോ? അന്നമൻ തൗഫീഖ്, ഒരു ചങ്ങായി അവന് നല്ല ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള തോഫീക്ക് അള്ളാഹ് നൽകിയിട്ടില്ല. അങ്ങനെ തടയപ്പെട്ട ആൾക്കാരൊക്കെ തോഫീക്ക് കിട്ടാത്ത ആൾക്കാർ എന്നർത്ഥം. അസൂയയായിട്ടും മോശമായിട്ടും അവൻ എന്താക്കും? അങ്ങനെ യഥാർത്ഥത്തെ കളവാക്കിക്കൊണ്ടിരിക്കും. പരസ്യമായിട്ടും ഇസ്സായിട്ടും അവനെന്താ കളവാക്കിക്കൊണ്ടിരിക്കുന്നു. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വഹുവ അസ്ദഖുൽ ഖായിലിൻ, പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും സത്യവാൻ അല്ലാഹുവല്ലേ. ആ അല്ലാഹ് പറഞ്ഞു, ലോ അൻസൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ, നമ്മളൊരു കുറച്ച് കടലാസിലായിട്ട് കിതാബ് ഇറക്കി കൊടുത്താൽ, നബി അങ്ങനെ ഇറക്കി തന്നാൽ തന്നെ, ഫലമസൂഹു, അതിനവർ എന്തായി തൊടുകയും ചെയ്തു, ഈ ഐദിയും അവിടെ കരങ്ങളെ കൊണ്ട് തൊടും. എന്നാൽ എന്താ ലഖാലല്ലദീന കഫറു, നിഷേധികളായ ആൾക്കാർ എന്ന് പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, ഇത് വ്യക്തമായ മാരണമല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന്. വിശുദ്ധമായ ഖുർആനെ പറ്റിയാണ് നോക്കിയിട്ട് പറയണത്. ഇതൊക്കെ കളവാണ്, സിഹ്റാന്നൊക്കെ ഒരുപാട് തള്ളിയില്ലേ നിഷേധികൾ. സത്യനിഷേധി എന്നതുപോലെ കറാമത്ത് നിഷേധിക്കുന്നവരും അങ്ങനെ തന്നെ പറയാതെ നമുക്ക് പറയാനുള്ളൂ, മറ്റൊന്നും പറയാനല്ല. ഓൽക്ക് അള്ളാഹുവിന്റെ ഭാഗം തൗഫീഖ് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഓരാണ് പറയുന്നത്. വാജബ, അത്ഭുതമാവല്,
അത്ഭുതമായി പറയട്ടെ, ഞാൻ അത്ഭുതമാകുന്നു. എന്ത് എന്റെ അത്ഭുതമേ? കൈഫ യുൻസബു സിഹറു, എങ്ങനെയാണ് ഈ സിഹറിന് ചേർക്കപ്പെടല്? വശയാത്തീൻ, എങ്ങനെയാണ് ഈ പിശാചുകളുടെ പ്രവൃത്തിയെ ചേർക്കപ്പെടല്? ഇലൽ ഔലിയായിൽ മുഖറബീന, അള്ളാഹുലേക്ക് അടുത്ത അള്ളാന്റെ ഔലിയാക്കളിലേക്ക്, വൽ അബ്റാരി സ്വാലിഹീന, ഗുണവാന്മാരായ നല്ല മനുഷ്യന്മാരിലേക്ക്, അസാഹിദിന, പ്രപഞ്ചത്യാഗികളായ, അൽ ആബിദിന, സദാസമയം ഇബാദത്ത് ചെയ്യുന്നവരായ, അസ്വാബിരീന, നല്ലോണം ശപിക്കുന്നവരായ, അഷാക്കിരീന, നന്ദി ചെയ്യുന്നവര്, അൽ ഖായിബിന, എല്ലാവിധ റബ്ബിനെ പേടിക്കുന്നവര്, അർ റാജിന, അള്ളാന്റെ അനുഗ്രഹത്തെ കൊതിക്കുന്നവർ, അൽ മുത്തഖീന, അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, അൽ വരിഹീന, എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കുന്നവർ, അൽ മുത്തവക്കിലിന, എല്ലാ കാര്യം അള്ളാഹുലേക്ക് ഏൽപ്പിച്ച ആൾക്കാർ, അർ റാളീന, അള്ള കൊടുത്തുകൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്ന ആളുകൾ, അൽ മുഖബത്തീന, അള്ളാഹ്ക്ക് അനുസരിക്കുന്നവർ, വിനയപ്പെടുന്നവർ, അൽ ആരിഫീന, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയവർ, അൽ മുതദക്കിരീന മിന സിഫാത്തിൽ മദ്മൂമാത്തി, മോശമായ എല്ലാ ഗുണങ്ങളെ തൊട്ടും സംസ്കരിക്കപ്പെട്ടവരായ ആളുകൾ, അൽ മുതഹല്ലീന ബി മഹാസിനി സിഫാത്തിൽ മഹമൂദാത്തി, നല്ലതായ പുകഴ്ത്താൻ പറ്റുന്ന ഗുണങ്ങളെ കൊണ്ട് ആവരണം അണിഞ്ഞവരായവർ, അൽ മുതഹല്ലിഖീന ബി അഖ്ലാഖിൽ മൗല ജല്ല വഅല, പടച്ച റബ്ബിന്റെ സ്വഭാവം എന്താണ്? ഖുർആനല്ലേ, അതേ സ്വഭാവം കൊണ്ട് സ്വഭാവം സിദ്ധിച്ചവരായ ആളുകൾ, അൽ മുശമ്മിരീന ബി ത്വാഅത്തില്ലാഹി തആല, അല്ലാഹു തആലക്ക് ആരാധിക്കുന്നതിൽ പരിശ്രമിക്കുന്നവരായവർ, അൽ മുതഅദ്ദിബീന ബി ആദാബി ശരീഅത്തി ശരീഫ, പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്തിന്റെ മര്യാദ കൊണ്ട് സംസ്കാരമുള്ളവരായവർ, വസുന്നത്തിൽ മുർത്തഫീന, തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ചര്യകളെ കൊണ്ടും മര്യാദ ലഭിച്ചവർ, അൽ മുർത്തഫീന, ഉയർന്നവര്, അൻ ഹളീൽ റഖ്സി ഇലാ മആലി അസായിമി ദിർവത്തിൽ മുഖ്ബിലീന അൽ മൗല, അല്ലാഹുവിലേക്ക് മുന്നിടുക എന്നവരായ, മുന്നിട്ടവരായ, ഉയർന്ന ആ ഒരു മനക്കരുത്തും നല്ല ഇതിലേക്കും നീങ്ങിയ ഇളവ് എന്ന് പറയുന്ന ആ ഒരു വിഹിതം, ആ ഒരു സംഗതിയെ തൊട്ട് തന്നെ ഉയർന്ന് അള്ളാഹുവിലേക്ക് ജയിച്ച ആൾക്കാർ, അൽ മുഅ്രിദീനാനി ദുനിയ, ഈ പ്രപഞ്ചത്തെ വെടിഞ്ഞവർ, തിരിഞ്ഞു കളഞ്ഞവർ, ബൽ എന്ന് മാത്രമല്ല വാനിൽ ഉഖ്റ അല്ലദീന കനസത് ബിനുഫൂസിഹിം, മറ്റു പല കാര്യങ്ങളെ തൊട്ടും തിരിഞ്ഞു കളഞ്ഞവർ. എങ്ങനത്തെവരാണ് മറ്റുള്ളവർ? കനസത് ബിനുഫൂസിഹിം, അവരുടെ കുനിസത് ബിനുഫൂസിഹിം, അവരുടെ നഫ്സുകളെ കൊണ്ട് അടിച്ചു വാരപ്പെട്ടിരിക്കുന്നു, അൽ മസാബിലു, തപ്പുചവറുകളെ. അപ്പോൾ അതിനവര് മരിപ്പിച്ചു കളഞ്ഞപ്പോൾ, നഫ്സിനെ മരിപ്പിച്ചു കളഞ്ഞപ്പോ, എന്തിനൊരു തഹയ്യാ, ശരീരമൊന്ന് ശരിയായി ജീവിക്കാൻ വേണ്ടി, ഹയ്യുൽ ഖയ്യൂം, ഖയ്യൂം ഹയ്യൂമായ അല്ലാഹ് എന്തായി അത് ജീവിപ്പിക്കുകയും ചെയ്തു. ഫജമാലു ജല്ല ജലാലുൽ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളൊക്കെ അല്ലാഹു തആല എന്താക്കി? ജീവിപ്പിച്ചു. എന്ത്? തജല്ല, അവരുടെ ഹൃദയങ്ങൾ എന്താണ്? വെളിപ്പെടുവാൻ വേണ്ടി, ലിമാ ജാഹദു ബില്ലാഹി, അല്ലാഹു തആലയുടെ മാർഗത്തിലൂടെ സമരം ചെയ്യുന്നതിലേക്ക് അവർ ഹൃദയം വെളിപ്പെട്ട് കിട്ടണം. അതിനുവേണ്ടി അഖജാദിഹി, യുദ്ധത്തിന്റെ യഥാർത്ഥ രീതി, അൻജദ ലഹും മാ വഅഹും, അല്ലാഹു തആല അവരോട് വാഗ്ദാനം ചെയ്ത് എന്താണോ അത് അല്ലാഹു തആല അവർക്ക് വേഗത്തിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഖൗലിഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൊണ്ട് തന്നെ, എന്ത്? വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ എന്ന ഒരു കൂട്ടർ, നമ്മുടെ മാർഗത്തിലായി യോദ്ധാക്കളായി ജീവിച്ച കൂട്ടർ, നിശ്ചയമായിട്ടും നമ്മളവരെ നമ്മുടെ മാർഗത്തിലേക്ക് ചേർക്കുക തന്നെ ചെയ്യുന്നെന്ന് പറഞ്ഞതല്ലേ. ഫയാലൈത ശഅരി, ഞാൻ അറിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ, മൻ ഔലാ ബിഹാദിൽ ആയ, ഇവിടെ ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് ഏറ്റവും ബന്ധമായവർ ആരാണ്? ഇവരല്ലാതെയും. അതുപോലെ തന്നെ ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ വാക്കുകൊണ്ടൊന്ന് പാഠം ഉൾക്കൊള്ളുക. എന്ത്? വബശ്ശിരിൽ മുഖ്ബിതീന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും എന്ന് കാണാം. അല്ലാഹു തആലക്ക് അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത നൽകുക. അല്ലദീന, എങ്ങനത്തെ ആളുകള്? ഇദാ ദുക്കിറല്ലാഹു, അല്ലാഹനെ പറ്റി എങ്ങാനും പറയപ്പെട്ട് കഴിഞ്ഞാൽ, വജിലത് ഖുലൂബുഹും, അവർക്ക് ഹൃദയങ്ങളൊക്കെ പടപടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മഹാന്മാരെ പറ്റിയാണ് ഈ വിറ്റം പറയുന്നല്ലേ. ഇങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത നൽകുന്ന ആയത്തിലുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല അറിയിച്ചു തന്നതല്ലേ. ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ ബന്ധപ്പെട്ടവരാരുണ്ട്? ഇത് നോക്ക്. സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലന്റെ വാക്കുകൊണ്ട് അല്ലാഹു തആല വീട്ടിച്ചിരുന്നു.
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദിക്റല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നിശ്ചയമായിട്ടും സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഓർക്കുമ്പോഴേക്കും ഹൃദയം പിടപെടക്കുകയാണ്. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ അവിടെ മേൽ ഓതപ്പെട്ട് കഴിഞ്ഞാലോ അവിടെ ഈമാൻ കൂടുതൽ കൂടുതൽ കൂടി വരികയാണ്. അവിടെ റബ്ബിന്റെ മേൽ മാത്രം തവക്കലാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള മഹാന്മാരാണല്ലേ ഇവർ. ഇതുകൊണ്ടൊക്കെ കടപ്പെട്ടവരും ബന്ധപ്പെട്ടും ഇവരല്ലാതെ ആരുണ്ട് എനിക്കറിഞ്ഞാൽ തിരക്കടില്ലായിരുന്നു. അള്ളാഹു തആലാന്റെ വാക്കുകൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാരാ? എന്താ അള്ളാഹ് പറഞ്ഞത്? ഇന്നഹു നിശ്ചയമായിട്ടും ശൈത്താൻ ലൈസലു പിശാചിനില്ല, സുൽത്താൻ അധികാരമില്ല, അലല്ലദീന ആമനു സത്യവിശ്വാസികളായ ആളുടെ മേൽ, അലാ റബ്ബിഹിം യതവക്കലൂൻ അവർ അവരുടെ റബ്ബിന്റെ മേൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സത്യവിശ്വാസി അവിടെ മേൽ അധികാരം നടത്താൻ പിശാചിന് കഴിയൂല. ഇത് ഏറ്റവും അർഹരായവരാരാ? ഈ പറഞ്ഞ മഹാന്മാരല്ലാതാര്? പിന്നെ വയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയുന്നു എന്തെന്നറിയാമോ? ലാ യർഖു അല്ലദീന ലാ യർഖൂന വലാ യസ്തരിഖൂന. ലാ യർഖൂന അവരെന്താ? ലാ യർഖൂന അവർ മന്ത്രിക്കൂല, അങ്ങനെയുള്ള ആളുകള്. വലാ യസ്തരിഖൂന അവരെന്താ? മന്ത്രത്തെ തേടൂല. വലാ യതതയ്യറൂന അവർ പക്ഷിലക്ഷണം നോക്കൂല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ അവരെല്ലാം റബ്ബിന്റെ മേൽ കാര്യങ്ങൾ തവക്കുലാക്കുകയാണ്. ഇത് അള്ളാഹിന്റെ ഹബീബാനബി പറഞ്ഞ ഹദീസല്ലേ? ബുഖാരി മുസ്ലിം ഉണ്ട് ഈ ഹദീസ്. വഹൽ ഹഉലായി പറഞ്ഞ ഈ കൂട്ടര് അഹ്ലുൽ അസായിം അഥവാ ഇസ്സത്ത് നല്ല മനക്കരുത്തുള്ള ആൾക്കാർ ഇവരാണോ? അതോ അംഹുൽ മുതറഖിസൂൻ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടുവാൻ വേണ്ടി ഇളവ് തേടി നടക്കുന്ന ആളുകളുണ്ട് അവരാണോ? അതോ ഇത്ര കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരിശ്രമം ജീവിച്ച മഹാന്മാരാണോ? വബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങളെ വാക്കുകൊണ്ട് നമുക്ക് പറയാം. ഹദീസ് സ്വഹീഹുൽ മശ്ഹൂർ പ്രചാരമുള്ള ഹദീസ്, സ്വഹീഹായ ഹദീസാണ്. അതിൽ കാണാലോ എത്ര എത്ര മഹാന്മാരുണ്ട്. മുടിപുരണ്ടവരും പൊടിപുരണ്ടവരുമായ ആളുകൾ എന്നൊക്കെ പറഞ്ഞു. അവരെ കൊണ്ടും ഈ പറഞ്ഞ വാക്കുകൊണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളല്ലേ? വബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിധങ്ങളെ വാക്കുകൊണ്ട് എന്താ നബിധങ്ങൾ പറഞ്ഞത്? ലമ്മാ റഅ മിസ്അബ് ഉമൈർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട സമ്പന്ന കുടുംബത്തിൽ പിറന്നു വന്നവനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ആ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു. എങ്ങനെ കണ്ടു? മുത്തജദ്ദിദൻ തനിച്ചവരാ നിലയിൽ. എന്തിന്? വീഹാബി കബ്ഷിൻ ഒരാട്ടുംതോൽ അണിഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ആ ആട്ടുംതോൽ അണിഞ്ഞുകൊണ്ട് സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഈ മുസ്അബ് എന്ന് പാവപ്പെട്ടവനായിട്ട് കാണുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ഈ രൂപത്തിലെത്തിയത് എന്തുകൊണ്ടാ? ഹുബ്ബുല്ലാഹി വറസൂലി അള്ളാഹു തആലാന്റെയും ഹബീബിന്റെയും പ്രേമമാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയത്. ഇലാമാ തറൗന നിങ്ങൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക്. നല്ല സമ്പന്ന കുടുംബത്തിൽ പെട്ടതാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. നബിനെ കാണുവാൻ വന്നു, നബിനെ കൊതിച്ചു വന്നു, നബിനെ കൊണ്ട് വിശ്വസിച്ചു. നല്ല സുന്ദരവും സുമുഖനുമായിരിക്കുന്ന മുസ്അബ് അവസാനം നഗ്നമായ രൂപത്തിൽ മറക്കാനില്ലാത്ത രൂപത്തിൽ പാവപ്പെട്ടവരാ വേണ്ടി വന്നു. അതെന്തുകൊണ്ടാ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം കൊണ്ട് അത് സ്വീകരിക്കേണ്ടി വന്നു. ഇതാണ് മഹാന്മാർ. ഈ മഹാന്മാരല്ലേ ഇതുകൊണ്ടൊക്കെ ബന്ധപ്പെട്ടവര്, അല്ലാതെ കോമാളികളാണോ? വബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളെ വാക്കുകൊണ്ട് പറയാം. ലമ്മാ സുഇല ഇഹ്സാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിനോട് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ഇഹ്സാൻ എന്താന്നൊക്കെ ചോദിച്ചല്ലോ. ആ ഇഹ്സാനെ കൂട്ടിന് ഈ ഇഹ്സാനെ കുറിച്ച് നബിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അന്തഅബ്ദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന വാക്കാ പറഞ്ഞു കൊടുത്തത്. അതാണ് ഇഹ്സാൻ. എന്താ ഇഹ്സാൻ? പറഞ്ഞു നീ അല്ലാഹ്ക്ക് ആരാധിക്കണം, അള്ളാഹ് നിന്നെ കാണും പ്രകാരത്തിൽ. ഇനി അഥവാ നിന്നെ നീ അള്ളാഹിനെ കാണുന്നില്ല എങ്കിലോ നാ പിന്നെ നിശ്ചയമായിട്ടും അവൻ നിന്നെ കാണുന്നുണ്ട് ഈ രൂപത്തിൽ. അപ്പൊ നീ അള്ളാഹ്ക്ക് ആരാധിക്കണം, നീ എന്താണ് അള്ളാഹിനെ കാണും പ്രകാരത്തിൽ നാം. അപ്പൊ അള്ളാഹിനെ കാണും പ്രകാരത്തിൽ നീ അള്ളാഹ്ക്ക് ആരാധിക്കും. കണ്ടില്ലെങ്കിലോ അവൻ നിന്നെ കാണും. ആ ഒരു ബോധം വേണം. രണ്ടു നേരക്കാരും ബോധം വേണം. അങ്ങനെ ഇഖ്ലാസോട് ജീവിക്കണം എന്ന് ഹദീസുണ്ട്. അൽ ഹദീസ് സ്വഹീഹുൽ മസ്ഹൂർ ഇതും തന്നെ പ്രചാരമുള്ള സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നോക്കുമ്പോ ഇല്ലാൽ മുഖബീനൽ ഹാമിരീന അവിടെ സന്നിഹിതരായിരിക്കുന്ന അള്ളാഹെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കല്ലാതെ കഴിയൂരല്ലോ എന്നായി.
ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി വാക്കുകൊണ്ട് ഇന്നൽ ബദാഅത്തുൽ ഈമാൻ, ബദാഅത്ത് എന്ന് പറഞ്ഞ ഈമാനിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായി? അനി ബിഹാ റസാബത്തുൽ ഹയ്യത്ത് വതർകു ഫാഖിറുൽ ലിബാസ്, മുന്തിയം വസ്ത്രം ഉപേക്ഷിക്കലുണ്ട്. അതുപോലുള്ളതായിരിക്കുന്ന പഴങ്ങിയ രൂപങ്ങള് ഈ രൂപത്തിലൊക്കെയാണ് ഉള്ളത്. വാൽഹാദ, ഈ പറഞ്ഞത് ഇല്ലല്ലോ, ഇല്ലാലിൽ മുതഖശ്ശിഫീന, ക്ലേശകരമായി ജീവിക്കുന്ന ആൾക്കാരാ, അസാഹിദീന, അങ്ങനത്തെ ആളുകൾക്കാണുള്ളൂ. വയറുദാലിക്ക, അതല്ലാത്തതൊക്കെ ഇതുപോലെ കറിയുടെ ഹദീസ് പോലെ വമാകാനഫീഹി, അദ്ദേഹത്തിനുണ്ടായതായൊന്നും അവസ്ഥ മോശമാവുക, ഏകാന്തത, വെടിയുക, ഇതല്ലാത്തെല്ലാം അത് ദൂരത്ത് പോകാൻ കഴിയൂല. അങ്ങനെയുള്ള ഏതെല്ലാം ഉണ്ടോ അത്തരം കാര്യങ്ങൾക്കുള്ളത് പോലെ. അപ്പൊ ഇതുകൊണ്ടൊക്കെ മനസ്സിലാവണം ഈ മഹാന്മാർക്ക് ഇസ്താറാണ്. ആർക്കാണ് ഇസ്താറ കൊടുക്കാം? വിശാലമാവുകയില്ല. ബാഴുഹു ആദൽ കിതാബ്, ഈ കിതാബിനെന്താ ചില ആൾക്കാർക്ക് എന്താവില്ല, ഈ കിതാബ് വിശാലമായി വരുവരാണ്. ആദൽ കിതാബ് മിൻ ഔലാ ബിഹാദിൽ മൻ ഔലാ ബിഹാദിൽ മദ്കൂറാത്തി. അപ്പോ ഈ കിതാബിന് ചില ആൾക്കാർക്കൊന്നും വിശാദിക്കാൻ കഴിയൂല, അത്രയും ഉണ്ട് നഷ്ടം. ആരാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ബന്ധമായവൻ? വാഷ്ബായി, അതുപോലത്തോടൊക്കെ ബന്ധപ്പെട്ടവരാണ്. നല്ലതായിരിക്കുന്ന മുഖത്തിൽ കൊണ്ട് വാഴ്ത്തപ്പെട്ട് സ്തുതിക്കപ്പെട്ട് ശുക്രിയപ്പെട്ടവരാരാണ്? മൻ അവിരുവാദിയിൽ ഔസാബിൽ മദ്കൂറാത്തിൽ മഹ്മൂദാത്ത്, ഇവിടെ പറയപ്പെട്ട പുകഴ്ത്തപ്പെട്ടതായിരിക്കുന്ന ഈ വിശേഷമുള്ളവരാണോ? അതോ അമ്മഹുൽ അൽദാദിക സിഫാത്തിൽ മദ്മൂമ, ഇങ്ങനെ മോശമായിരിക്കുന്ന കുറെ ഗുണങ്ങളുണ്ട് ഇതിന്റെ വിരുദ്ധമായിട്ട്, അത്രയും വൈരുദ്ധ്യമായിരിക്കുന്ന ആൾക്കാരാണോ? ഫൈൽ ഫരീഖൈൻ ഔലാബിൽ ഹിദായത്തി, ഈ പറയുന്ന ഹിദായത്ത് കൊണ്ട് രണ്ട് പാർട്ടി രണ്ട് ചെയ്യുന്ന ആരാണ് ഏറ്റവും ബന്ധമായവർ? അവരിൽ മുജാഹിദയാണോ? അംഗൈറുഹും, ശരീരത്തിനോടും അല്ലാത്തതും ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരാണോ? അത് മറ്റു വല്ലവരുമാണോ എന്ന്. ഫഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അല്ലാഹു പറഞ്ഞത്? വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ എന്നല്ലേ. നമ്മുടെ മാർഗത്തിലായി സമരം ചെയ്ത ആൾക്കാർ ആരുണ്ടോ അവരൊക്കെ നമ്മളെ പാതയിലേക്ക് ചേർക്കുന്ന. വയ്യുഹുമ ഔലാ ബിഅസ്രി സുൽത്താൻ, സുൽത്താനെ വെടിയണം, ഒഴിവാക്കണം എന്നതുകൊണ്ട് ഏറ്റവും ബന്ധമായവർ ഈ രണ്ട് പറയുന്ന ആരാണ്? സുൽത്താൻ ഷെയ്ത്താൻ അനുഭവം, അവരെ തൊട്ട് ഷെയ്ത്താന്റെ അധികാരം നീക്കിക്കണം. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ അഹ്ലു തവക്കുൽ, തവക്കുലിന്റെ ആൾക്കാരാണോ? അംഗൈറും, അതല്ലാത്തവരാണോ? ഇതാണ് ചോദ്യം. ഇതൊക്കെ അറിയണം. ഫഖദ് ഖാല അല്ലാഹു തആല, വിഷയം അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അല്ലദീന ആമനു അലാ റബ്ബിഹിം യതവക്കലുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളായ ആൾക്കാരുടെ മേലും അള്ളാഹിന്റെ മേൽ കാര്യം കേൾപ്പിക്കുന്ന ആളുടെ മേലും അധികാരം എന്തായിട്ടില്ല. ശൈത്താൻ അധികാരം നടത്താൻ കഴിയും, ഇവരൊന്നും അധികാരമല്ല. അല്ലാഹു തആല ആണുങ്ങളായി പറഞ്ഞ കൂട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ കൊണ്ട് ഈ രണ്ട് പാർട്ടി ആരാ ബന്ധമായവർ? തിജാൻ ഒരു കൂട്ടല്ല, തുൽഗീകും അവർ ജോലിയാക്കുന്നില്ല, തിജാറത്തിനോട് കച്ചവടം, ഫലാബൈൻ വിൽപ്പനയും ഒന്നും എന്താവുന്നില്ല. അന്തിക്കില്ലാത്താല അല്ലാഹു തആല ഓർക്കെല്ലാം തൊട്ട് എന്താക്കുന്നുണ്ട്? പിന്നെ അവിടെ കച്ചവടോ ആ ബിസിനസ് ഒന്നും പോലെ തടയൂല, ജോലിയാക്കൂല. ഈ പറയുന്ന ആൾക്കാരാണ് ആണുങ്ങൾ. അത് അമില്ലദീന ഖാലല്ലാഹുവിയും ഒരു കൂട്ടരാണോ? അവർ കൂട്ടത്തിൽ പറഞ്ഞു അല്ല അല്ലാഹുമുത്തക്കാത്, സമ്പത്തുകൾ മുഴുവനും അവർ ജോലിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കൂട്ടരാണോ മോശമുള്ളത്? മറ്റേ കൂട്ടരാണോ? വഅയ്യിൽ ഫരീഖൈൻ ഔലാ ബി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പാർട്ടിയെ കൊണ്ട് ഏറ്റവും ബന്ധമായവൻ ആരാണ്?
ഈ ബിൽ ഹദീസ് സഹീഹ്, രണ്ട് സഹിയായ ഹദീസിലുണ്ട്. മാതി ഇബാനി, രണ്ട് ചന്നായ്ക്കള്, ജാഇആനി, അവർ നല്ലോണം വിശന്ന് പറഞ്ഞ രണ്ട് ചന്നായ്ക്കളാ. അങ്ങനെ അർസിലാവി അലവിൽ എന്ന ആടുംകൂട്ടത്തിൽ കടന്നു. ഈ അഫ്സദ ലഹ മിൻ ഇർസിൽ മർഇ അൽമാൽ, സമ്പത്തിന്റെ മേൽ മനുഷ്യൻ കൊതിച്ചിരിക്കുന്നതിനേക്കാളും ശക്തമായതായിരിക്കുന്ന അത്യാഗ്രഹം കൊണ്ടെന്നായി പറഞ്ഞു. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായവരാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് ബി അഫ്സദ ലഹു മിൻ ഇർസിൽ മർഇ അൽമാൽ, സമ്പത്തിന്റെ മേൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഈ നാൽക്കാലി കൂട്ടത്തിലേക്ക് വിശന്നതാക്കുന്ന രണ്ട് ചന്നാക്കൾ കടന്നാൽ അത്ര ഫസാദില്ല. ഫസാദ് കൂടുതൽ മനുഷ്യന്റെ ആഗ്രഹമാണ് സമ്പത്തിന്റെ മേൽ. വസ്സറഫിൽ ദീനി, അവന്റെ ദീനുള്ളതായിരിക്കുന്ന സർഫും ഇതാണ് ഉദ്ദേശിക്കുന്നത്. വയ്യുഹുമ, ഈ പാർട്ടിയിൽ നിന്ന് ആന അവലാബി ഫസാദി ദീൻ, ദീന്റെ ഫസാദ് കൊണ്ട് ബന്ധമായവൻ അഹ്ലുൽ ഹിർസ്, അഹ്ലുൽ ഹിർസ്വത്തമാണ്. ആഗ്രഹത്തിന്റെയും അത്യാഗ്രഹത്തിന്റെ ഉടമയാണോ അഹ്ലു സുഹുദി വൽ വറഇ, സൂക്ഷ്മതയുടെയും സുഹുദിന്റെയും അഹ്ലുകാരാണോ? വയ്യുഹുമ അവലാബി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് ഏറ്റവും അപ്പോ ഈ രണ്ട് പാർട്ടിയിൽ നിന്ന് അള്ള പറഞ്ഞ വാക്കുകൊണ്ട് ബന്ധപ്പെട്ടതാരാ? ഇന്നൽ ഇൻസാന യത്ഗാ അർഅസ്ത എന്ന് പറഞ്ഞിട്ടില്ലേ? അൽ അഗ്നിയാഉ വൽ ഫുഖറാഉ, സാധുക്കളാണോ സമ്പത്തുള്ളവരാണോ എന്നാ. ഇന്നൽ ഇൻസാൻ, നിശ്ചയപ്പെടും മനുഷ്യല്ല, യത്വാൻ വേണ്ടാത്തം ചെയ്യും. അൻ റഅസ്തന, അവൻ ആവശ്യം തീർന്നവനായിട്ട് അവൻ പറ്റിയ അഭിപ്രായപ്പെടും ചെയ്യും. ഇങ്ങനെയുള്ളവരാണോ ഫക്കീറാണോ അഗ്നിയ ആണോ നോക്കുക.